നമസ്കാരം. പ്രധാന വാർത്തകൾ. പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം. കട്ടുപ്പാറയിൽ UDFന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. റോഡ് നവീകരണം പൂർത്തിയാക്കും വരെ സമരവുമായി രംഗത്തുണ്ടാകുമെന്നും നേതാക്കൾ. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു സർവീസ് ശനിയാഴ്ച മുതൽ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മെമു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ആദ്യ ദിവസത്തെ സർവീസ് 8:40 റെയിൽവേ. ഒറ്റപ്പാലം RS റോഡ് പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം. റെയിൽവേക്കെതിരെ നഗരസഭ. യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള പദ്ധതികൾക്ക് തുടർച്ചയായി റെയിൽവേ അനുമതി നിഷേധിക്കുന്നു. റോഡിന്റെ വാടക കുടിശ്ശികയുടെ പേരിലാണ് തടസ്സമുണ്ടാക്കുന്നതെന്നും നഗരസഭ അധികൃതർ. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. പട്ടാമ്പിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ച് DYFI. അട്ടപ്പാടി മധുവധക്കേസ് പുനരന്വേഷണത്തിന് ഹർജി നൽകാൻ വിധി പകർപ്പ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് നൽകിയ ഹർജി തള്ളി. കക്ഷി അല്ലാത്തയാൾക്ക് കോപ്പി നൽകാനാകില്ലെന്നും ഹൈക്കോടതി. വിശദമായ വാർത്തകളിലേക്ക്. തകർന്ന പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിനുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കട്ടുപ്പാറയിൽ UDFന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഗതാഗതം സ്തംഭിച്ചതോടെ ഉപരോധ സമരം തുടർന്ന സമരക്കാരെ പോലീസ് റോഡിൽ നിന്നും ബലം പ്രയോഗിച്ച് മാറ്റി. റോഡിന് മാത്രം മോചനമില്ല. മേലാറ്റൂർ പുലാമന്തോൾ റോഡ് കേരളത്തിന് പുറത്താണോ? യാത്രക്കാരെ നിങ്ങൾ അറിഞ്ഞോ? പിണറായി എന്നൊരു കേരള മുഖ്യൻ. പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിട്ട് പുലാമന്തോൾ മേലാറ്റൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നീണ്ടുപോയതിനാൽ പുലാമന്തോൾ, കട്ടുപ്പാറ, പുളിങ്കാവ് തുടങ്ങിയ ഭാഗങ്ങളിൽ റോഡ് പാടെ തകർന്നു കിടക്കുകയാണ്. തകർന്ന റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് UDF വീണ്ടും സമരരംഗത്തിറങ്ങി. UDF പുലാമന്തോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടുപ്പാറയിൽ റോഡ് ഉപരോധിച്ചു. UDF പ്രവർത്തകർ പ്രകടനവുമായി എത്തിയാണ് റോഡ് ഉപരോധിച്ചത്. ഓണക്കളി ഇവിടെ കളിക്കാം. ഓണപ്പാട്ടും ഇവിടെ പാടാം. മരുമോനെ ഈ റോഡിൽ വാവാ. തിത്തൈ തകതൈ ഓണപ്പാട്ട് ഈ റോഡിൽ. ഓണക്കളിയും ഈ റോഡിൽ. മരുമോനെ നാണമുണ്ടോ? പിണറായി നാണമുണ്ടോ? മേലാറ്റൂർ പുലാമന്തോൾ റോഡ് കേരളത്തിന് പുറത്താണോ? പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. റോഡ് വിഷയം MLA അസംബ്ലിയിൽ രേഖാമൂലം ഉന്നയിച്ചിട്ടും മന്ത്രിയുമായി നിരന്തരം സംസാരിച്ചിട്ടും അനാസ്ഥ തുടരുകയാണെന്ന് AK മുസ്തഫ പറഞ്ഞു. ഇവിടെ ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ നമ്മുടെ ബഹുമാന്യനായ MLA പല പ്രാവശ്യം അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രശ്നം ഉന്നയിക്കാവുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഫോറം എന്നുള്ള നിലക്ക് അസംബ്ലിയിൽ അദ്ദേഹം ആവർത്തിച്ച് രേഖാമൂലം ഈ കാര്യങ്ങൾ പറയുകയും നിരന്തരമായി വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും എല്ലായിടത്തും അദ്ദേഹം ചെയ്തതുപോലെ റീൽസ് ഇട്ട് കളിക്കുന്ന ഒരു മന്ത്രിയെയാണ് നമുക്കിന്ന് കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ റീൽസ് ഇട്ട് കളിച്ചതിന്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള ചിത്രമാണ് കൊയിലാണ്ടിയിലെ പാലം തകർന്നു വീണത് നമ്മൾ കണ്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണ പാലം റീൽസ് ഇട്ടാൽ ശരിയാവൂല, അവിടെ സിമെന്റും കമ്പയുമാണ് ഇടേണ്ടത് എന്നാണ് ഇത്തരം പരിപാടികളുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത്.
സർക്കാർ മാറിവരുമെന്നും തകർന്നു കിടക്കുന്ന റോഡുകളെല്ലാം UDF സർക്കാർ ഏറ്റെടുത്ത് കുറ്റമറ്റതാക്കുമെന്നും ഇത് ഓർമ്മപ്പെടുത്തലാണെന്നും AK മുസ്തഫ പറഞ്ഞു. ഞങ്ങൾ പറയുന്നു, തന്റെ ഇടത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ഇവിടുത്തെ നിരത്തുകൾ ഏറ്റെടുക്കും. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം ഇവിടെ വരും. അന്ന് ഈ റോഡുകളൊക്കെ തന്നെ കുറ്റമറ്റ രീതിയിൽ ഞങ്ങൾ ശരിയാക്കും. അങ്ങനെ ഞങ്ങൾ ശരിയാക്കിയ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ഈ നാടിൽ വരാൻ പോകുന്ന ദുരവസ്ഥയെക്കുറിച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. UDF പുലാമന്തോൾ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ K. കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ KT ഇസുദ്ദീൻ, DCC എക്സിക്യൂട്ടീവ് അംഗം ഷാജി കട്ടുപ്പാറ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു ചെറിയാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹംസു നടുത്തൊടി, മുഹമ്മദ് കുട്ടി തോട്ടുങ്ങൽ, അഷ്കർ KT, ഷിബു വടക്കുംപാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണം മുടങ്ങിയതിനെ തുടർന്ന് പല സമരങ്ങളും ഉയർന്നതാണ്. മുമ്പ് പ്രശ്നം ഉയർന്നപ്പോൾ റോഡ് നിർമ്മാണ കരാറുകാരെ മാറ്റിയതാണ്. എന്നാൽ ഇപ്പോൾ കരാറുകാരൻ ഇല്ലാത്ത അവസ്ഥയാണ്. റോഡ് നവീകരണം പൂർത്തിയാകും വരെ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ സമരങ്ങൾക്കൊന്നും ഇതുവരെ ശാശ്വത പരിഹാരം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ഞങ്ങളാരും സമരങ്ങളിൽ നിന്ന് പുറകോട്ടില്ല. ഇനി സമരങ്ങളുടെ നാളാണ്. എന്നാണോ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, മരുമകന്റെ നേതൃത്വത്തിൽ ഇവിടെ PWD വകുപ്പ് വളരെ മികച്ചതാണ് എന്ന് പറയുന്ന സമയത്ത് പോലും ഇവിടെ ഈ റീച്ച് നടത്താൻ സാധിക്കാത്ത ഈ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതോടൊപ്പം തന്നെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരു ഉപരോധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉപരോധ സമരത്തെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. ഉപരോധം തുടർന്നതോടെ സമരക്കാരെ പോലീസ് റോഡിൽ നിന്നും ബലം പ്രയോഗിച്ച് നീക്കി. റഷീദ് മാസ്റ്റർ ചെമ്മലശ്ശേരി, ഹമീദ് കട്ടുപ്പാറ, റിയാസ് കട്ടുപ്പാറ, മണികണ്ഠൻ പുലാമന്തോൾ, ഹാരിസ് PT, ഹസീബ് വളപുരം, ബാപ്പുട്ടി കുരുവമ്പലം, ജിഷാദ് പള്ളിത്തൊടി, ഇഷാഖ് TN പുരം, നജീബ് പള്ളത്ത്, നൌഷാദ് കൊല്ലിയത്ത്, അഹമ്മദ് കുട്ടി കളരിക്കൽ, EP ഇബ്രാഹിം തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ മെമു ട്രെയിൻ സർവീസ് ശനിയാഴ്ച മുതൽ ആരംഭിക്കും. ആദ്യ സർവീസ് രാത്രി ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് നിലമ്പൂരിലെത്തും. പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് തിരിച്ച് 4:55 ഷൊർണൂരിലും എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ രാത്രികാല മെമു സർവീസ് ശനിയാഴ്ച ആരംഭിക്കും. രാത്രി 8:35 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് 10:05 നിലമ്പൂരിലെത്തുന്ന രീതിയിലാണ് ആദ്യ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് തിരിക്കുന്ന ട്രെയിൻ 4:55 ഷൊർണൂരിലെത്തും. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് സർവീസ് നടത്തുന്നതോടെ എറണാകുളം തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് രാത്രി സമയത്ത് അങ്ങാടിപ്പുറം നിലമ്പൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ സഹായകരമാകും. അതേസമയം മെമു സർവീസിൻ്റെ നിലവിലെ സമയക്രമം പുതുക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിലവിലെ സമയം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് കണക്ഷൻ ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ 9:15 വന്ദേ ഭാരത്, ആലപ്പുഴ, കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, തിരുവനന്തപുരം, മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുമായി കണക്ഷൻ ലഭിക്കും. പുലർച്ചെ നിലമ്പൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം അല്പം വൈകിച്ചാൽ 4:30 ഷൊർണൂർ, എറണാകുളം, ആലപ്പുഴ മെമു കണക്ഷനും ലഭിക്കും. ട്രെയിൻ ക്രോസിംഗ് സ്റ്റേഷനായ അങ്ങാടിപ്പുറത്തെത്തിയ ശേഷമേ അടുത്ത ട്രെയിൻ പുറപ്പെടാൻ സാധിക്കൂ എന്നതിനാൽ രാത്രി 8:15 പുറപ്പെടുന്ന ട്രെയിൻ അല്പം നേരത്തെ ആക്കിയേക്കുമെന്നും സൂചനയുണ്ട്. കൂടുതൽ ട്രെയിനുകളുമായി കണക്ഷൻ ലഭിക്കുന്നതിന് സഹായകമാകുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ശനിയാഴ്ച രാത്രി മുതൽ ആരംഭിക്കുന്ന ഷൊർണൂർ നിലമ്പൂർ മെമു ആദ്യ ദിവസം സർവീസ് ആരംഭിക്കുന്നത് 8:40. ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ആദ്യ ദിവസം മെമു സർവീസ് വൈകി ആരംഭിക്കുന്നതെന്ന് റെയിൽവേ അറിയിച്ചു. ഞായറാഴ്ച മുതൽ സാധാരണ സമയപ്രകാരം 8:35 സർവീസ് നടത്തുന്നത്. ഉദ്ഘാടന ദിവസം 06-326 എന്ന നമ്പറുള്ള മെമുവും ഞായറാഴ്ച മുതൽ 66-326 എന്ന നമ്പറുള്ള മെമുവാണ് ഷൊർണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ 3:40 66-325 എന്ന നമ്പറുള്ള മെമുവാണ് നിലമ്പൂരിൽ നിന്നും സർവീസ് നടത്തുക. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മെമു സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. നിലവിൽ വൈകിട്ട് 5:40 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന മെമു രാത്രി 8:40 ഷൊർണൂരിലെത്തുന്നത്. ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമുവിൻ്റെ സമയവും സ്റ്റോപ്പുകളും റെയിൽവേ പുറത്തുവിട്ടെങ്കിലും നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള സമയം പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും എത്തുന്ന സമയം മാത്രമാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം RS റോഡ് പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള പദ്ധതികൾക്ക് തുടർച്ചയായി റെയിൽവേ അനുമതി നിഷേധിക്കുകയാണെന്ന് നഗരസഭ.
റെയിൽവേ ഭൂമിയിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ വാടക കുടിശ്ശികയാണെന്ന പേരിലാണ് വിവിധ പദ്ധതികൾക്ക് റെയിൽവേ അനുമതി നിഷേധിക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ നഗരസഭയിലെ 2 റെയിൽവേ സ്റ്റേഷനുകളിലെ റോഡുകളുടെ വാടക ഇനത്തിൽ 23 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് റെയിൽവേ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുള്ളത്. തീവണ്ടി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിനാണ് നഗരസഭ ഇത്ര വലിയ തുക വാടക നൽകണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും ഇതിന്റെ പേരിൽ പദ്ധതികൾ നടപ്പാക്കുന്നതിന് അനുമതി നിഷേധിക്കുകയാണെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിന് 21.63 ലക്ഷവും പാലപ്പുറം സ്റ്റേഷൻ റോഡ് ഉപയോഗിക്കുന്നതിന് 1.81 ലക്ഷം രൂപയുമാണ് അടയ്ക്കേണ്ടതെന്നാണ് റെയിൽവേയുടെ ഒടുവിലത്തെ കത്ത്. ഇത് 2023 വരെയുള്ള കണക്കാണ്. വീണ്ടും പദ്ധതികൾക്കായി സമീപിച്ചാൽ 2024 മുതൽ 2025 വരെയുള്ള വാടകയും ചോദിക്കുമെന്നതാണ് സ്ഥിതിയെന്നും നഗരസഭാധികൃതർ പറയുന്നു. പള്ളത്ത് അഴുക്കുചാൽ നവീകരണത്തിനായി 3 ലക്ഷം രൂപയുടെ പദ്ധതിയും റോഡ് നവീകരണത്തിന് 11.17 ലക്ഷം രൂപയും നഗരസഭ അനുവദിച്ചിരുന്നു. എന്നാൽ റെയിൽവേ അനുമതി തന്നില്ല. 100ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പള്ളംഭാഗത്തെ അങ്കണവാടികൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനവും ഇവിടത്തുകാരുടെ ആശുപത്രിയിലേക്ക് പോകാനുൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ പോലും ഇതുമൂലം മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചരിക്കാനാകാതെ കിടക്കുന്നു. റോഡിനുള്ള സ്ഥലം കൂടിയെടുത്ത് റെയിൽവേ പ്ലാറ്റ്ഫോം നിർമ്മിച്ചതോടെ പാതയുടെ വീതിയും കുറഞ്ഞുവെന്നതും പള്ളത്തുകാരെ ബുദ്ധിമുട്ടിലാക്കി. പള്ളത്തേക്ക് മേൽപ്പാലമോ അടിപ്പാലമോ നിർമ്മിക്കാൻ സർക്കാരിനെ സമീപിക്കുമെന്നും നഗരസഭ ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 1/11/2024 ജോയിന്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കത്ത് അയച്ചിട്ടുണ്ട്. ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പാലം നഗരസഭ വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ട് വരിക. നിരവധി പദ്ധതികളിൽ പണം അനുവദിച്ചിട്ടും അനുമതി ലഭ്യമായിട്ടും റെയിൽവേ അനുമതി നിഷേധിച്ചതിന്റെ ഭാഗമായി ഈ പ്രദേശത്തുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാകണം. വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകരുത്. ഈ പ്രദേശത്തെ റെയിൽവേ വരുന്നതിന് മുമ്പ് തന്നെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ, ആ പാവപ്പെട്ട ആളുകൾ 5 സെന്റോ 2 സെന്റോ ഭൂമി വാങ്ങാൻ മറ്റെവിടെയെങ്കിലും വാങ്ങാൻ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ അവരവിടെ നിന്നൊക്കെ പോകും. അവിടെ ഇപ്പോഴും 100 കണക്കിന് ആളുകളുണ്ട്. അവിടെ 2 അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ അംഗനവാടികളുടെ പ്രവർത്തനം ഉൾപ്പെടെ അവതാളത്തിലാവുകയാണ്. അതിന് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ കഴിയാത്ത സാഹചര്യം, അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം. ഈ പ്രദേശത്തെ ആളുകൾ മനുഷ്യരാണ്, അവർക്ക് ജീവിക്കണം. അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി നൽകണം എന്നതാണ്. ഇതുണ്ടാകാത്ത പക്ഷം ഇപ്പൊ സമരത്തെയൊക്കെ പുച്ഛിക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാർ സമരം കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ ആയത് എന്ന് അവർ മനസ്സിലാക്കണം. അതേസമയം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയില്ലെങ്കിൽ രാപ്പകൽ സമരം നടത്തുമെന്ന് CPM ഒറ്റപ്പാലം ലോക്കൽ സെക്രട്ടറി MIA റസാഖ് പറഞ്ഞു. റെയിൽവേ അനുമതി നൽകാത്തത് മൂലമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ BJP നഗരസഭയ്ക്കെതിരെ കള്ളപ്രചാരണം നടത്തുകയാണെന്നും ഇത് ദുരുദ്ദേശപരമാണെന്നും റസാഖ് പറഞ്ഞു. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, കൗൺസിലർ ഫാത്തിമത്ത് സൂറ തുടങ്ങിയവർ പങ്കെടുത്തു. അട്ടപ്പാടി മധു കേസ് പുനരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാനായി വിധിപ്പകർപ്പ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് നൽകിയ ഹർജി തള്ളി. കേസിൽ കക്ഷിയല്ലാത്തയാൾക്ക് കോപ്പി നൽകാനാകില്ലെന്ന് കാണിച്ചാണ് ഹർജി തള്ളിയത്. അട്ടപ്പാടി മുക്കാലിയിൽ ആൾക്കൂട്ടാക്രമണത്തിനിരയായി ചിണ്ടയ്ക്കൂരിലെ മധു കൊല്ലപ്പെട്ട കേസിലെ വിധിപ്പകർപ്പ് ആവശ്യപ്പെട്ട് BJP കൊല്ലം മുൻ ജില്ലാ പ്രസിഡന്റ് VK സദാനന്ദനാണ് ഹൈക്കോടതി അഭിഭാഷകൻ CK രാജേന്ദ്രൻ മുഖേന ഹർജി നൽകിയത്. മധു വധക്കേസ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് വിധി പറഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും മുഴുവൻ തെളിവുകളും ഹാജരാക്കിയില്ല, അനധികൃതമായി ചില പ്രതികളെ ഒഴിവാക്കി, പ്രധാന വകുപ്പുകളിൽ ശിക്ഷിച്ചില്ല, ഭൗതിക തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടറും ഹാജരാക്കിയില്ല തുടങ്ങിയ കാരണങ്ങൾ നിരത്തി പുനർവിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാൻ വിധിയുടെ സർട്ടിഫൈഡ് കോപ്പി നൽകാൻ മണ്ണാർക്കാട് കോടതിയോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജി. ഈ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി മേഖലയിൽ DYFIയുടെ പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, രോഗി മാങ്കൂട്ടം
ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് തല പ്രതിഷേധം പട്ടാമ്പി ടൗണിലാണ് സംഘടിപ്പിച്ചത്. മുതുതല, വാടാനാംകുറിശി എന്നിവിടങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടന്നു. ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലവും കത്തിച്ചു. പട്ടാമ്പി ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടി ബ്ലോക്ക് സെക്രട്ടറി AN നീരജ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകർ പ്രയാസപ്പെട്ട് പിരിച്ചെടുത്ത തുക കൊണ്ട് സ്റ്റാർ ഹോട്ടലുകളിൽ റൂമെടുത്ത് മറ്റേ പരിപാടിക്കിറങ്ങി. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതല്ലേ മാങ്കൂട്ടം? ഈ നാട്ടിലെ സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസുകാർ പിരിച്ചെടുത്ത ആ തുക ഉപയോഗിച്ച് SIAക്ക് ഏത് സ്റ്റാർ ഹോട്ടലിലും നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് റൂമെടുക്കാം, നമുക്ക് ഉല്ലസിക്കാം, നമുക്ക് സല്ലപിക്കാം പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. PR രജീഷ്, BT രാഹുൽ, KP മുഹമ്മദ് ഷാഹ്, KP മുഹമ്മദ് ഹാഷിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതാണ് കേന്ദ്ര നയങ്ങളെന്നാരോപിച്ച് ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധം. NREGW പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഉണ്ടാക്കുന്ന അനുബന്ധം 1, 2, 3 ഫോറങ്ങൾ റദ്ദാക്കുക, മാറ്റിമാർക്ക തൊഴിൽ ദിനങ്ങൾക്ക് ആനുപാതമായി വേതനം നൽകുക, കനാൽ നവീകരണം, റോഡ് അരികുകൾ നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾക്ക് അനുമതി നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ CPM ഏരിയ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും വിവേചനം വരുമ്പോൾ അതിനെതിരായിട്ടാണ് നമ്മുടെ സമരം ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ കൂലി 125 നിന്ന് പടിപടിയായി വർദ്ധിപ്പിച്ച് 369 രൂപയിലേക്ക് എത്തുമ്പോൾ അതിനുവേണ്ടി നിരന്തരമായ സമരപ്രക്ഷോഭങ്ങൾ ഈ യൂണിയൻ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജാതി അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ പട്ടികജാതിക്കാർക്കൊരു കൂലി, മറ്റു വിഭാഗക്കാർക്കൊരു കൂലി എന്ന രീതിയിൽ തൊഴിലാളികളെ തരംതിരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴും അതിശക്തമായ പ്രക്ഷോഭമാണ് NREG വർക്കേഴ്സ് യൂണിയൻ നടത്തിയത്. അതിൻ്റെ ഭാഗമായി അതെല്ലാം തിരിക്കപ്പെട്ടത്. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിലാസിനി അധ്യക്ഷയായി. യൂണിയൻ സെക്രട്ടറി K ജയകുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ്, CPM ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറി MK ദേവി, NREGW യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ലിനി, C ശരത് എന്നിവർ സംസാരിച്ചു. കടമ്പടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കടമ്പടിപ്പുറം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് MK ദ്വാരകാനാഥൻ ഉദ്ഘാടനം ചെയ്തു. K ശാന്ത അധ്യക്ഷത വഹിച്ചു. K ശ്രീലത, ശ്രീവത്സൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം അറസ്റ്റിലായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെതിരെ CPM സമരം ശക്തമാക്കി. ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അംഗം TP ഹാരിസ് സാമ്പത്തിക ഇടപാട് കേസിൽ അറസ്റ്റിലായതോടെ CPM പ്രതിഷേധം ശക്തമാക്കി. മുസ്ലിം ലീഗ് അഴിമതി നടത്തുകയാണെന്നാരോപിച്ച് ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഏലംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകരയിൽ നടന്ന പ്രതിഷേധ സദസ്സ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പണം തീരെ കിട്ടാതെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തെ കണ്ടു. ഇതിൽ ഏറ്റവും തമാശയുള്ള കാര്യം, ഈ പണം കൊടുക്കാൻ വരുന്ന ആളുകൾക്ക് അവിടെ ഹെൽപ്പ് ഡെസ്ക് കിട്ടും. ആ ഹെൽപ്പ് ഡെസ്കിൽ സെക്രട്ടറി ഇരിക്കുന്നത് ബിജുവിനാണ് സെക്രട്ടറിയുടെ പേര്. അപ്പോൾ സെക്രട്ടറി കൂടി പറയുമ്പോൾ നമ്മളിപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ മെമ്പർ പറയുമ്പോൾ ചെറിയ വിശ്വാസം, അത് കഴിഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ പൂർണ്ണ വിശ്വാസമായിരിക്കും. അപ്പോൾ മുപ്പര് കൂടി ചേർന്നിട്ടാണ് ഈ ഏർപ്പാടെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ആളുകൾ ഈ പണം കൊടുത്തത്. ആ പണമാണ് കുടുങ്ങിയത്. അവസാനം ജില്ലാ ലീഗിനെ നേതാക്കളെ കണ്ടു, സംസാരിച്ചു, തീരുന്നില്ല. അങ്ങനെയാണ് അവര് വെറുതെ കെട്ടിട്ടാണ് ഒരു വിധം കഴിയുന്നവർ പുറത്ത് പറയില്ല, ഒക്കെ ലീഗരാണ്. ഏരിയ കമ്മിറ്റി അംഗം P ഗോവിന്ദപ്രസാദ് അധ്യക്ഷത വഹിച്ചു. P അജിത് കുമാർ, V മുഹമ്മദ് ഹനീഫ, S ശ്രീരാജ്, P സുധീർ ബാബു, അനിത പള്ളത്ത്, M മനോജ് തുടങ്ങിയവർ സംസാരിച്ചു.
കടമ്പഴിപ്പുറം പുലാപ്പറ്റയിൽ വ്യവസായിയുടെ വീടിന് നേരെ നടന്ന അതിക്രമം 4 പേരെ കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 13-ന് രാത്രിയായിരുന്നു സംഭവം. കോഴിക്കോട് പയ്യോള് സ്വദേശി കെ മുഹമ്മദ്, എറണാകുളം പെരുമ്പാവൂർ സ്വദേശി അമൽ റാസിക്ക്, എറണാകുളം പാലാരിവട്ടം സ്വദേശി ഷെബിൻ ബെന്നി, കോങ്ങാട് ബംഗ്ലാവുകുന്ന് AP കേശവദേവ് എന്നിവരെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അർദ്ധരാത്രിയിൽ കാറിലെത്തിയ ഇവർ പുലാപ്പറ്റ ഉമ്മനഴി താന്നിക്കൽ വീട്ടിൽ ഐസക് വർഗീസിന്റെ വീട്ടിലേക്ക് കുപ്പിയിലാക്കിയ എന്തോ ഒരു വസ്തു എറിയുകയായിരുന്നു. തുടർന്ന് കോങ്ങാട് പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിനിടെയാണ് 4 പ്രതികളും പിടിയിലായത്. 10 അംഗ യുവാക്കളുടെ പരിശ്രമം. ഒരു ഗ്രാമത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന റോഡ് യാഥാർത്ഥ്യത്തിലേക്ക്. കാപ്പുപറമ്പിൽ നിന്നും എടത്തനാട്ടുകര കോട്ടപ്പള്ളിയിലേക്ക് എളുപ്പവഴിയായ കാപ്പുപറമ്പ് നൂണപ്പാടം ചൂരിയോട് റോഡ് നിർമ്മാണമാണ് യുവാക്കളുടെ പരിശ്രമത്തിൽ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത്. റോഡ് പൂർണ്ണതയിൽ എത്താൻ ഇനി വേണ്ടത് ഇവർക്കൊപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായമാണ്. ചൂരിയോട് നുണപ്പാടം കേസുപറമ്പ് വഴി മണ്ഡപക്കുന്നിലേക്കുള്ള റോഡ് കാപ്പുപറമ്പ് പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പലരും പലവിധം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് കാപ്പുപറമ്പിലെയും ചൂരിയോട്ടെയും നൂണപ്പാടത്തെയും 10ഓളം യുവാക്കൾ ചേർന്ന് റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങിത്തിരിച്ചത്. കാലങ്ങളായി പ്രദേശത്തുകൂടെ നടവഴി ഉണ്ടായിരുന്നു. ഇത് റോഡാക്കണമെന്നായിരുന്നു ആഗ്രഹം. 450 മീറ്റർ ദൂരമുള്ള വഴിക്ക് ഇരുവശവുമുള്ള സ്ഥല ഉടമകളെ യുവാക്കൾ നേരിട്ട് കണ്ട് ആവശ്യം അറിയിച്ചു. എല്ലാവരും സൗജന്യമായി സ്ഥലം വിട്ടു നൽകി സമ്മതപത്രവും സമർപ്പിച്ചതോടെ 4 മീറ്റർ വീതിയിലുള്ള റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. JCB ഉപയോഗിച്ച് സ്ഥലം ഒരുക്കുന്നതിനാവശ്യമായ പണം യുവാക്കളും പ്രദേശത്തുകാരും ചേർന്ന് കണ്ടെത്തി. റബ്ബർ, കവുങ്ങ്, തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. വിളവിൽ വലിയ കുറവുണ്ടാകുമെങ്കിലും അത് സഹിക്കാൻ തയ്യാറാണ്. റോഡ് വരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് സ്ഥല ഉടമ യൂസഫ് പടിഞ്ഞാറപ്പള്ള പറഞ്ഞു. ഇത് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്ഥലമൊക്കെ വിട്ടു നൽകിയത്. ഇവിടെ കുറേ ചെറുപ്പക്കാർ ഇതിന് മുൻകൈ എടുത്ത് മുന്നിട്ട് ഇറങ്ങി. അതുകൊണ്ട് തന്നെ റോഡ് എല്ലാവർക്കും ഉപകാരമാണ് ഈ റോഡ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ലൊരു ഉപകാരമാണ്. കൃഷികൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴുങ്ങ്, തെങ്ങ്, അതുപോലെ സ്ഥലം കുറേ സ്ഥലം ഇതിന് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടുത്തിക്കുകയാണ്. വേണ്ടത്ര വെച്ചാൽ അത് കൊടുത്തിക്കുകയാണ്. തുങ്കൻ വീരാപ്പുഹാജി, ചേരിയാടൻ നാണി, പടിഞ്ഞറപ്പള്ള ഉമ്മർ, പടിഞ്ഞറപ്പള്ള യൂസഫ്, പടിഞ്ഞറപ്പള്ള സുബേർ, പടിഞ്ഞറപ്പള്ള അലി, പടിഞ്ഞറപ്പള്ള ഉസ്മാൻ, KT നാണി എന്നിവരാണ് സൗജന്യമായി സ്ഥലം നൽകിയത്. കാക്കേനി തോടിന് കുറുകെ പാലം ഉൾപ്പെടെ 2 ഊവുപാലം കൂടി നിർമ്മിക്കാനുണ്ട്. അതിനുള്ള സഹായം ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് മുസ്തഫ ചുങ്കൻ പറഞ്ഞു. ഏകദേശം 100-ലധികം വർഷമായിട്ട് ഇതിലെ നടക്കുന്ന വഴിയുണ്ട്. പക്ഷെ നമുക്ക് വാഹന സൗകര്യം, വണ്ടി കൊണ്ട് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങി. അതുപോലെ ഈ സ്ഥലമുടമകൾ പൂർണ്ണ സമ്മതം അറിയിച്ചതോടുകൂടി ഈ റോഡ് യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഇനിയിപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊരു തോട് പോകുന്നുണ്ട്, കാക്കേനി തോട് എന്ന് പറയും. ആ തോടിന് കുറുകെ ഒരു പാലം വേണം. ഇനിയിപ്പോൾ ഞങ്ങൾ അതിനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ വേണ്ട അധികാരപ്പെട്ട പിന്നെ നമ്മളെ ലോക്കൽ ബോഡികളൊക്കെ ഇത് കണ്ട് ഞങ്ങൾക്ക് അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്ഥലം പൂർണ്ണമായും ഒരുക്കിയതിനു ശേഷം റോഡ് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് സമർപ്പിക്കും. തുടർന്നുള്ള നിർമ്മാണ പ്രവൃത്തികൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഷിഹാബ് പുതുക്കുംപുറത്ത് പറഞ്ഞു. റോഡ് പണിയെടുക്കാൻ വേണ്ടിയിട്ട് 75,000 റുപ്യ വേണം. ഈ പ്രദേശത്തിലെ കുടുംബങ്ങൾ തന്ന് ചെലവ് മുഴുവൻ ആ പ്രദേശത്തിലെ കുടുംബങ്ങളാണ് സഹിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ റോഡ് ഓപ്പൺ ആകണം എന്നുണ്ടെങ്കിൽ ഒരു പാലവും ചെറിയൊരു ഓകുപാലവും 2 ഓകുപാലങ്ങൾ 2 വേണം. അപ്പോൾ അതിനുള്ള പൈസ പഞ്ചായത്ത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് പഞ്ചായത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപടി തുടങ്ങണം. അരനല്ലൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. അമ്പലപ്പാറ, കാപ്പുപറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും കോട്ടപ്പളയിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗം കൂടിയാകും ഈ റോഡ്. മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ യാത്ര അതീവ ദുഷ്കരമാണ്. കോൽപ്പാടം സെന്ററിലാണ് കൂടുതൽ തകർച്ച നേരിടുന്നത്. തെങ്കര മുതൽ കോൽപ്പാടം വരെയുള്ള റോഡ് പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 11 ലക്ഷം രൂപ ചെലവിൽ തെങ്കര മുതൽ കുറച്ചു ഭാഗം ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയിരുന്നു. ബാക്കി ഭാഗം ഇപ്പോഴും കുണ്ടുകുഴികളുമായാണ് കിടക്കുന്നത്. മഴ പെയ്താൽ റോഡിൽ പൂർണ്ണമായും വെള്ളക്കെട്ടാണ്. ഇതിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. ഇരുചക്ര വാഹന യാത്രക്കാർ, പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർ കുഴിയിൽ വീഴുന്നത് പതിവാണ്. തെങ്കരയിൽ നിന്ന് കാഞ്ഞിരപ്പുഴയിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് കോൽപ്പാടം റോഡ്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ട്.
അടിയന്തരമായി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കോഴിപ്പാട് റോഡ് പറ്റ മോശമാണ്. നേരാക്കാനായിട്ട് കുറേ കാലമായി തുടങ്ങും. നേരായി കിട്ടിയില്ല. ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. റോഡിന്റെ കാര്യം തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോണതാണ്. അതേസമയം റോഡ് നവീകരിക്കാൻ MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ നവീകരണം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അംഗം റഷീദ് അറിയിച്ചു. തൂത ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ആനയൂട്ടിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തൂത ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടുമാണ് ഓഗസ്റ്റ് 24 ഞായറാഴ്ച നടക്കുന്നത്. നാരായണമംഗലത്ത് ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4 മണി മുതൽ 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിക്കും. തുടർന്ന് 5:30 അഷ്ടപതി, 7 മണിക്ക് ഉഷപൂജ, 8 മണിക്ക് ഗജപൂജ, 9 മണിക്ക് ആനയൂട്ട് എന്നിവയും നടക്കും. 3 ഗജവീരന്മാരാണ് ആനയൂട്ടിലെത്തുന്നത്. വിപുലമായ തയ്യാറെടുപ്പുകളാണ് ആനയൂട്ടിൻ്റെ ഭാഗമായി കമ്മിറ്റി നടത്തിവരുന്നത്. ആനയൂട്ടിലേക്ക് ആവശ്യമായ നാളികേരം, കൊട്ടത്തേങ്ങ, ശർക്കര, അവിൽ, മലർ തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ ഭക്തജനങ്ങളിൽ നിന്നും കമ്മിറ്റി അംഗങ്ങൾ നേരിട്ടെത്തി സംഭാവനയായാണ് ശേഖരിക്കുന്നത്. ആനയൂട്ടിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പന്തൽ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് കമ്മിറ്റി പ്രസിഡന്റ് CM കൃഷ്ണപ്രഭ മാസ്റ്റർ, സെക്രട്ടറി KT വിജയരാഘവൻ, ഭാരവാഹികളായ അരുൺ TP, MR ഉണ്ണി, ബാലസുബ്രഹ്മണ്യൻ, ശിവകുമാർ TK, പാലത്തിൽ മണികണ്ഠൻ, സുധീഷ് വലിയപറമ്പിൽ എന്നിവർ അറിയിച്ചു. ആനയൂട്ട് ഇവിടെ എല്ലാ വർഷവും 10 വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓരോ വർഷവും പുതിയ പുതിയ കമ്മിറ്റികൾ കൂടി വളരെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തി വരാറുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ August 15-ാം തീയതി ഡേറ്റ് നടത്തിയിട്ടുണ്ട്. അതിന് സാങ്കേതികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് August 15 സ്വാതന്ത്ര്യദിനം ആഘോഷമായതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അതിൽ പങ്കുകൊള്ളാനും ഇവിടെ പങ്കെടുക്കുന്നതിനും ആവശ്യമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ ആ ദിവസത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. അങ്ങനെയാണ് ഈ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ കൊല്ലം തോറും എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് നടത്തി വരാറുള്ളത്. ഇതിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ എല്ലാ നാളികേരം, മലര്, അവില്, ശർക്കര എന്നു വേണ്ട എല്ലാ പൂജാദ്രവ്യങ്ങളും അതേപോലെ നാളികേരവും ഭക്തജനങ്ങളിൽ നിന്ന് സംഭാവനയായി കിട്ടുന്നതാണ്. അതുതന്നെ നാളികേരം പോലെ സാധനങ്ങൾ ഈ വർഷം നാളികേര വില ഉണ്ടായിട്ടും ഭക്തജനങ്ങൾ വീട്ടിക്കാട്, പെരുവക്കടവ്, അതേപോലെ ആലിഞ്ചോട്, കണ്ണീര് ഭാഗം, കൊട്ടക്കുളം ഭാഗം, കാളികടവ്, കാർമണ്ണ, ഈ നടുവട്ടം, മൂച്ചിത്തോട്ടം തുടങ്ങിയ ഭാഗങ്ങളിലുള്ള കൃഷിക്കാർ അവരുടെ കഴിവിന് പരമാവധി 2 തേങ്ങ, 5 തേങ്ങ, 10 തേങ്ങ, 15 തേങ്ങ, 20 തേങ്ങ അവനവൻ്റെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് തേങ്ങകൾ ഇവിടേക്ക് തരുന്നുണ്ട്. ആ തേങ്ങകൾ സംഭരിക്കുന്നതിന് ഈ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട ആൾക്കാരും കമ്മിറ്റിയോട് താല്പര്യമുള്ള ആൾക്കാരും സേവനമായിട്ടാണ് രാവിലെ മുതൽ 2-3 ദിവസങ്ങളിൽ വൈകുന്നേരം വരെ പോയി പറമ്പുകളിൽ പോയി പെറുക്കി കൊണ്ടുവന്നിട്ട് ആണ് കൊണ്ടുവരുന്നത്. അതിനാവശ്യമായ വാഹന സൗകര്യം ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ വെറും അവർക്ക് വാഹനത്തിന് എണ്ണയ്ക്കുള്ള കാശ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നടത്തി വരുന്നത്. ഇവിടെ 12 പണി കഴിഞ്ഞിട്ടുണ്ട്. വൃത്തി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഈ എല്ലാ കമ്മിറ്റിക്കാർ ബന്ധപ്പെട്ടും അതിനോട് ബന്ധമുള്ള ആൾക്കാരും ഇതിൻ്റെ തീവ്രമായ പരിശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സംരംഭകത്വ പരിശീലന പരിപാടിക്ക് തുടക്കമായി. അഗ്രി ക്ലിനിക്സ് ആൻഡ് അഗ്രി ബിസിനസ് സെന്റർ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം ഒരുക്കുന്നത്. കാർഷിക മേഖലകളിലെ ബിസിനസ് സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുവാനും പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുവാനും വേണ്ടിയാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സംരംഭകർക്കായി സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അഗ്രി ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിനും യുവാക്കൾക്ക് സംരംഭകത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട പരിശീലനം ACABC പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാവും നടപ്പാക്കുക. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സംരംഭകത്വ പരിപാടി കേരള കാർഷിക യൂണിവേഴ്സിറ്റി മണ്ണുത്തി ഡയറക്ടർ ഡോക്ടർ ബിനു ബോണി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി RARS അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ രാജി അധ്യക്ഷയായി. ഡോക്ടർ B ഷൺമുഖസുന്ദരൻ, സോഫിയ ബേബി, ശരത്, സുമയ്യ, ശരത്ചന്ദ്രൻ, ജിജി അലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 20,000 എബോവ് ആണ്. സോ അവിടുത്തെ സക്സസ്ഫുൾ വെഞ്ചേഴ്സ് പറയുന്നത് about 10,000 ആണ്. സോ ഇറ്റ് ഇസ് എ ഹ്യൂജ് ഡിസ്പാരിറ്റി. സോ നമ്മൾ ബാക്കി ഒരുപാട് കാര്യത്തിൽ മുന്നിലാണെങ്കിൽ പക്ഷേ അഗ്രി ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പല സമയത്ത് നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ട്. ഈ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആകുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും NTA-യും മാനേജും എപ്പോഴും കൂടെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ്.
മലബാർ സൗഹൃദവേദിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കെ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ശനിയാഴ്ച സമ്മാനിക്കും. രാവിലെ 10 മണിക്ക് ചെറുപ്പശ്ശേരി ശബരി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. കലാസാമൂഹ്യ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. പെരിന്തൽമണ്ണ ബഡാ ബസാർ ഇനി മുതൽ ബി-മാർട്ട് ഫാഷൻ സ്റ്റോർ. വിലക്കുറവിലും സെലക്ഷനിലും ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളാണ് ബി-മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. നവീകരിച്ച ഷോറൂം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഒന്ന് ഓണക്കോടി എടുക്കാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് നോക്കുമ്പോൾ സെറ്റ് മുണ്ടിനും സെറ്റ് സാരി നല്ല കളക്ഷൻ ഉണ്ട്. ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാട്ടോ. ഇവിടെ നല്ല കളക്ഷനാണ്. ചുരിദാർ എല്ലാം നല്ല കളക്ഷൻ ഉണ്ട്. ഇവിടെ എല്ലാ വസ്ത്രങ്ങളും എല്ലാ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അതും പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ നമ്മുടെ ബി-മാർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ കേട്ടിട്ടുള്ളൂ. കളക്ഷൻസ് ഉണ്ട്. സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ 1.5 പതിറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന ബഡാ ബസാറിന് വസ്ത്രവ്യാപാര രംഗത്ത് മുൻനിര സ്ഥാനമാണുള്ളത്. അനേകായിരങ്ങൾ ബഡാ ബസാറിന്റെ വസ്ത്രവൈവിധ്യങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ഇപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് ഏറ്റവും ആകർഷണീയമായ മാറ്റങ്ങളോടെ ബഡാ ബസാർ നവീകരിച്ചു. ഇനി മുതൽ പെരിന്തൽമണ്ണയുടെ സ്വന്തം ബഡാ ബസാർ ബി-മാർട്ട് ഫാഷൻ സ്റ്റോർ എന്ന പേരിലാണ് അറിയപ്പെടുക. പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപത്താണ് പുതിയ ബി-മാർട്ട് ഫാഷൻ സ്റ്റോർ സജ്ജമാക്കിയിരിക്കുന്നത്. നവീകരിച്ച ബി-മാർട്ട് ഫാഷൻ സ്റ്റോർ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ബി-മാർട്ട് ബഡാ ബസാറിന്റെ വിജയകരമായ ചുവടുവയ്പ്പാണെന്നും വിശ്വസ്തരായ കസ്റ്റമേഴ്സിനെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. കളക്ഷനോടുകൂടി നമ്മുടെ നാട്ടിൽ നന്നായി പ്രവർത്തിച്ച ഒരു സ്ഥാപനം ബി-മാർട്ട് എന്ന പേരിൽ വളരെ കൂടുതൽ സൗകര്യത്തോടു കൂടി വിപുലീകരിച്ചിരിക്കുകയാണ്. ബഡാ ബസാറിൽ നിന്ന് ബി-മാർട്ടിലേക്കുള്ള വളരെ മനോഹരമായ ഒരു ചുവടുവെപ്പ്, അതിൽ തന്നെ വിശ്വസ്തരായ ഒരുപാട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനും വളർത്താനും സാധിച്ചിരിക്കുന്നു. നല്ലൊരു സെയിൽസ് ടീം ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഓണാഘോഷങ്ങൾക്ക് മുൻപായി ഈ പുതിയ ഷോറൂം, നവീകരിച്ച ഷോറൂം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാ നന്മകളും. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ A. നസീറ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ പച്ചേരി ഹുസൈന നാസർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, നാലകത്ത് ബഷീർ തുടങ്ങിയവരും വ്യാപാരി വ്യവസായ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ബി-മാർട്ട് മനോഹരമായി രൂപകൽപ്പന ചെയ്ത് പൂർത്തിയാക്കുന്നതിന് പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു. ബി-മാർട്ട് ഫാഷൻ സ്റ്റോറിൽ ലേഡീസ് വെയർ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ CS മുഹമ്മദ് അലി, ഡയറക്ടർ CM നിബ്രാസ് എന്നിവർ പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാവർക്കുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് മുതിർന്നവരാവട്ടെ, കുട്ടികളാവട്ടെ, ലേഡീസ് ആവട്ടെ, എല്ലാം നല്ല നൂതന ഫാഷൻ ട്രെൻഡ് സെലക്ട് ചെയ്തിട്ട് തന്നെ നല്ല സെലക്ഷനോട് തന്നെ നമ്മൾ സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബി-മാർട്ട് നവീകരിച്ച് കൊടുത്തിട്ടുള്ളത്. ഓണത്തിന് വെറൈറ്റി കളക്ഷൻ തന്നെ എത്തിച്ചിട്ടുണ്ട്. വിലക്കുറവും ഗുണമേന്മയും സെലക്ഷനുമാണ് ബി-മാർട്ട് ഫാഷൻ സ്റ്റോറിലേക്ക് ഏവരെയും ആകർഷിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്. ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇവിടെ ഭയങ്കര കളക്ഷൻ ഉണ്ട്. അപ്പോൾ അവരിന്ന് രാവിലെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഭയങ്കര കളക്ഷനാണ്. അപ്പോൾ ഒന്ന് ഓണക്കോടി എടുക്കാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് നോക്കുമ്പോൾ സെറ്റ് മുണ്ടിനും സെറ്റ് സാരി നല്ല കളക്ഷൻ ഉണ്ട്. ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാട്ടോ. ഇവിടെ നല്ല കളക്ഷനാണ്. ചുരിദാർ എല്ലാം നല്ല കളക്ഷൻ ഉണ്ട്. ഇവിടെ ബഡാ ബസാർ എന്ന പേരുള്ള ഒരു പതിറ്റാണ്ടോളമുള്ള ടെക്സ്റ്റൈൽസിന്റെ വിശ്വാസ്യതയും സ്നേഹവും നൽകിയ പെരിന്തൽമണ്ണക്കാർക്ക് പുതിയ വസ്ത്ര സംസ്കാരത്തെ പരിചയപ്പെടുത്തിയ ബി-മാർട്ട് ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്.
സോ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുപാട് വ്യത്യസ്തമായ കളക്ഷൻസ് ആണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ടീഷർട്ട് മുതൽ ഷർട്ട് മുതൽ സാരി മുതൽ ഈ ഒരു ഓണക്കാലം വളരെ ഗംഭീരമാക്കുവാനുള്ള എല്ലാ വസ്ത്രങ്ങളും എല്ലാ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. വസ്ത്രസങ്കല്പങ്ങളിൽ പുതുമകൾ തേടുന്നവർക്ക് മികച്ചൊരു ഫാഷൻ ഡെസ്റ്റിനേഷനാണ് വിമാർട്ട് ഫാഷൻ സ്റ്റോർ. നിങ്ങളുടെ കുരുന്നുകൾക്ക് ആവശ്യമായതെല്ലാം ഇനി ഒരു കുടക്കീഴിൽ. കണ്ണം ചിമ്മിക്കുന്ന കിഡ്സ് കളക്ഷനുമായി കിഡോസ ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് മൂന്നലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുരുന്നു മനസ്സുകൾ പോലെ മനോഹരമായ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ആക്സസറീസ് തുടങ്ങി കുട്ടികൾക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് കിഡോസ ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിന് എതിർവശം ഇരുനിലകളിലായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പാണക്കാട് മൊയ്നലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പളശ്ശേരിയിൽ കിഡോസ എന്ന കിഡ്സ് സ്പെഷ്യലായിട്ടുള്ള സ്ഥാപനം ഇവിടെ ഇതിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ സഹകരണവും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിൽഷാദ് വല്ലപ്പുഴ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ്, നഗരസഭാ കൗൺസിലർ വി പി ഷമീജ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ചെർപ്പശ്ശേരിക്കാർക്കും അതുപോലെ നമുക്കും എല്ലാവർക്കും ഒരു പ്രത്യേക ഷോപ്പ് കിഡോസ വന്നിക്കുകയാണ്. എന്താ പറയുക, ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഷോപ്പാണ് കിഡോസ കിഡ്സ് വെയർ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക, എന്തായാലും അടിപൊളിയായിരിക്കും. ചെർപ്പശ്ശേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇന്നു മുതൽക്ക് തുറന്നു പ്രവർത്തിക്കുന്ന കിഡോസ കിഡ്സ് വെയർ നല്ല സെലക്ഷനോട് കൂടി കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ഐറ്റംസും മിതമായ നിരക്കിൽ നൽകുന്നതിനാണ് ഓണമായി ഈ സ്ഥാപനം ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചെർപ്പശ്ശേരിയിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയ തുടങ്ങിയ കിഡോസയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കിഡ്സ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷനാണ് കിഡോസയിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികളുടെ പുതുപുത്തൻ ട്രെൻഡിംഗ് മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിലാണ് കിഡോസയിൽ നൽകുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള കളിപ്പാട്ടങ്ങളുടെ മറ്റെങ്ങുമില്ലാത്ത ശേഖരമാണ് കിഡോസയിലുള്ളത്. കൂടാതെ കുട്ടികൾക്കുള്ള ആക്സസറീസ്, ന്യൂബോൺ ഐറ്റംസ്, ന്യൂബോൺ ആക്സസറീസ്, മറ്റേണിറ്റി ഐറ്റംസ് തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനും കിഡോസയിൽ ഒരുക്കിയിട്ടുണ്ട്.
വർഷങ്ങളായി വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കിഡോസ കിഡ്സ് വെയറിന്റെ സഹോദര സ്ഥാപനമാണ് ചെർപ്പളശ്ശേരിയിലും പ്രവർത്തനം ആരംഭിച്ചത്. ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. കിഡോസ കിഡ്സ് വെയർ എന്ന ഷോപ്പിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചായ ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മൊയ്നലി തങ്ങളായിരുന്നു ഉദ്ഘാടനം. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും, അതായത് പ്രസവാനന്തര എല്ലാ മെറ്റേണിറ്റി, ഫീഡിങ് ടോപ്പുകൾ, അതിനോടൊപ്പം തന്നെ 5 വയസ്സ് വരെ എല്ലാ ഫാൻസി ഇമ്പോർട്ടഡ് എല്ലാ ക്ലോത്തുകളും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക, വരിക, സഹകരിക്കുക. ഓണം മെഗാ മിഡ് നൈറ്റ് സെയിലുമായി മയൂരി. വമ്പൻ ഓഫറുകളുമായി 1 അല്ല 2 ദിവസത്തെ മിഡ് നൈറ്റ് സെയിലാണ് മയൂരി ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 23, 24 തീയതികളായി മയൂരിയുടെ തിരൂർ, പെരിന്തൽമണ്ണ, എടക്കര, കരുവാരക്കുണ്ട് ഷോറൂമുകളിലാണ് രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെ ഓണം മെഗാ മിഡ് നൈറ്റ് സെയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ ഓണത്തിന് ചുളുവിലയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് മയൂരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 23, 24 തീയതികളിലായി മയൂരിയുടെ തിരൂർ, പെരിന്തൽമണ്ണ, എടക്കര, കരുവാരക്കുണ്ട് ഷോറൂമുകളിലാണ് മറ്റാരും കൊടുക്കാത്ത ഓഫറുകൾ മയൂരി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെയാണ് ഓണം മെഗാ മിഡ് നൈറ്റ് സെയിൽ. ഈ ഓണത്തിന് 10 കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് മയൂരി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത്. 43 ഇഞ്ച് LED TV വെറും 10,990 രൂപ മുതൽ, സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ വെറും 10,490 രൂപ മുതൽ, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7 kg വെറും 5,990 രൂപ മുതൽ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ 7 kg വെറും 19,990 രൂപ മുതൽ, മിക്സി 3 ജാർ വെറും 1,490 രൂപ മുതൽ, അയൺ ബോക്സ് ഹെവി വെയ്റ്റ് വെറും 799 രൂപ മുതൽ എന്നിങ്ങനെ നീളുന്നു ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളുടെ ഓഫർ. കോർണർ സോഫ പ്ലസ് ദിവാൻ കോട്ട് 10,990 രൂപ മുതൽ, സ്പ്രിംഗ് മാട്രസ് പ്ലസ് സ്ക്വയർ മാട്രസ് 6,990 രൂപ മുതൽ, വുഡ് കോട്ട് പ്ലസ് വുഡ് വാർഡ്രോബ് അലമാര 10,990 രൂപ മുതൽ, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ് എന്നിവ ഉൾപ്പെടുന്ന ഫുൾ ഹോം സെറ്റ് 49,900 രൂപ മുതൽ, മാർബിൾ ടോപ്പ് ഡൈനിങ് സെറ്റ് വിത്ത് 4 വുഡൻ ചെയർ 19,990 രൂപ മുതൽ എന്നിങ്ങനെ ഫർണിച്ചറുകളും ഏറ്റവും മികച്ച ഓഫറിൽ സ്വന്തമാക്കാം. മാസം വെറും 999 രൂപയിൽ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളുകൾ EMIയിൽ സ്വന്തമാക്കാനും അവസരമുണ്ട്. കിച്ചൺ അപ്ലയൻസസ് ആണെങ്കിൽ നോൺ സ്റ്റിക്ക് സെറ്റ് വെറും 849 രൂപയ്ക്കും, 5 ലിറ്റർ ബട്ടർഫ്ലൈ സ്റ്റീൽ കുക്കർ 50% വിലക്കുറവിലും, സ്റ്റീൽ റൈസ് കുക്കർ 1,490 രൂപയ്ക്കും സ്വന്തമാക്കാം. പില്ലോ വെറും 199 രൂപയ്ക്കാണ് ഓഫർ പ്രൈസിൽ നൽകുന്നത്. മയൂരിയിൽ വന്നാൽ 75% വരെ ഡിസ്കൗണ്ടിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുമായി തിരിച്ചു പോവാം. ഓഗസ്റ്റ് 23, 24 തീയതികളിലെ മിഡ് നൈറ്റ് സെയിലിൽ. ഇനി ഷോർട്ട് ന്യൂസ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം B. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. C. ശരത് അധ്യക്ഷനായി. CS സതീഷ്, T. രാജീവ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിരവധി പെൺകുട്ടികളോട് ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ 2 ആഴ്ചയോളമായി സോഷ്യൽ മീഡിയയിലാകെ നിറഞ്ഞു നിൽക്കുന്ന സംഭവമാണ് എന്ന് എല്ലാവർക്കും അറിയാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണിപ്പോൾ ഇന്നലെ പത്രമാധ്യമങ്ങളെ കണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയിട്ടുള്ള ഈ തെറ്റായ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളോട് വെളിപ്പെടുത്തിയത്. താഴേക്കോട് പഞ്ചായത്ത് 4-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് VP റഷീദ് അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് VP റഷീദ്, സെക്രട്ടറി MT അഫ്സൽ, ജില്ലാ MSF വൈസ് പ്രസിഡന്റ് PT മുറത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രഭീന ഹബീബ്, വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി യാസർ കല്ലടി, മുത്തുക്കോയ തങ്ങൾ, മുസ്തഫ വാഴത്തൊടി, അഷ്റഫ് പുത്തൂർ, കല്ലടി യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കുമരമ്പത്തൂർ കിരണം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് TK ഷമീർ, കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK അബ്ദുൽ അസീസ്, വ്യാപാരി വ്യവസായി നേതാവ് സക്കീർ ഇങ്ങോക്കോടൻ, ബാലഗോപാൽ, വിജയൻ VM, മനീഷ്, സുനീർ TK തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം. കട്ടുപ്പാറയിൽ UDFന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. റോഡ് നവീകരണം പൂർത്തിയാക്കും വരെ സമരവുമായി രംഗത്തുണ്ടാകുമെന്നും നേതാക്കൾ. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു സർവീസ് ശനിയാഴ്ച മുതൽ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മെമു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ആദ്യ ദിവസത്തെ സർവീസ് 8:40 റെയിൽവേ. ഒറ്റപ്പാലം RS റോഡ് പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം. റെയിൽവേക്കെതിരെ നഗരസഭ. യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള പദ്ധതികൾക്ക് തുടർച്ചയായി റെയിൽവേ അനുമതി നിഷേധിക്കും. റോഡിന്റെ വാടക കുടിശ്ശികയുടെ പേരിലാണ് തടസ്സമുണ്ടാക്കുന്നതെന്നും നഗരസഭ അധികൃതർ. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. പട്ടാമ്പിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ച് DYFI. അട്ടപ്പാടി മധുവധക്കേസ് പുനരന്വേഷണത്തിന് ഹർജി നൽകാൻ വിധിപ്പകർപ്പ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് നൽകിയ ഹർജി തള്ളി. കക്ഷി അല്ലാത്തയാൾക്ക് കോപ്പി നൽകാനാകില്ലെന്നും ഹൈക്കോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.